ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് സ്റ്റഡി ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഫോർ തിയോഡലൈറ്റ് സർവേയിങ്. ഓക്കെ, അപ്പം തിയോഡലൈറ്റ് വെച്ചിട്ട് ചെയ്യുന്ന സർവേയിങ്ങിൽ എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് വേണം, അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ദിവസങ്ങൾ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് സ്റ്റഡി ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയാനുള്ളത്, തിയോഡലൈറ്റ് എന്ന ഇൻസ്ട്രുമെൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് ഹൊറിസോണ്ടൽ ആംഗിൾസ് മെഷർ ചെയ്യാൻ, രണ്ടാമത് വെർട്ടിക്കൽ ആംഗിൾസ് മെഷർ ചെയ്യാൻ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഹൊറിസോണ്ടൽ ആംഗിൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാം ഓക്കെ അതിന് മാഗ്നറ്റിക് കോമ്പസ്, നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് സെക്കൻഡ് എക്സ്പെരിമെൻ്റ് ആയിട്ട് പറഞ്ഞ കോമ്പസ് യൂസ് ചെയ്ത് ചെയ്യാമല്ലോ. അത് ശരിയാണ്, ഹൊറിസോണ്ടൽ ആംഗിൾ നമുക്ക് കോമ്പസ് വെച്ച് ചെയ്യാം, പക്ഷെ അവിടെ വെർട്ടിക്കൽ ആംഗിൾ എടുക്കാൻ പറ്റത്തില്ല കോമ്പസ് വെച്ചിട്ട്. അപ്പം തിയോഡലൈറ്റ് യൂസ് ചെയ്താൽ നമുക്ക് ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആംഗിൾസ് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത് കോമ്പസിനേക്കാളും കുറച്ചുകൂടെ പ്രിസൈസ് ആണെന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ മാഗ്നറ്റിക് കോമ്പസിൻ്റെ ഏറ്റവും ലീസ്റ്റ് കൗണ്ട്, ഏറ്റവും ചെറിയ റീഡിംഗ് എന്ന് പറയുന്നത് 30 minutes ആണ്. ഓക്കെ, ഏറ്റവും ആക്യുറസി എന്ന് 30 minutes ആണ് ഏറ്റവും ചെറിയ റീഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു തിയോഡലൈറ്റ് ആണ്, ഒരു വെർനിയർ ഉള്ള തിയോഡലൈറ്റ് ആണെങ്കിൽ അതിനെടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ റീഡിംഗ് എന്ന് പറയുന്നത് 20 seconds ആണ്. ഓക്കെ, അപ്പോൾ അത്രയും ചെറിയ റീഡിംഗ് വരെ നമ്മുടെ തിയോഡലൈറ്റ് വെച്ചിട്ട് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ റീഡ് ചെയ്യുമ്പോഴാണല്ലോ ഏറ്റവും ആക്യുറേറ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇറ്റ് ഈസ് മോർ പ്രിസൈസ് ദാൻ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ തിയോഡലൈറ്റ് തന്നെ പല വെറൈറ്റിയിൽ അവൈലബിൾ ആണ്. തിയോഡലൈറ്റ് വിത്ത് വെർനിയർ കിട്ടും, പിന്നെ ഒപ്റ്റിക് തിയോഡലൈറ്റ് ഉണ്ട്, എന്ന് വെച്ചാൽ അതിൽ ഒപ്റ്റിക്കൽ ലെൻസ് ഉണ്ട്, അപ്പം അങ്ങനത്തെ അവൈലബിൾ ആണ്. പിന്നെ ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ഉണ്ട്. ഇപ്പം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നപ്പം ഡിജിറ്റലായിട്ട് ഇലക്ട്രോണിക് സംഭവങ്ങൾ വെച്ചിട്ട് ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പം ഈസിലി നമുക്ക് റീഡ് ചെയ്യാം. അതിൽ ഡിജിറ്റൽ റീഡിങ്ങിൽ നമുക്ക് ആ ഒരു സ്ക്രീനിൽ ആ ഒരു ആംഗിൾ എത്രയാണെന്ന് മെഷറായി വരും, മീൻസ് ഡിസ്പ്ലേ ആയി വരും. നമ്മൾ കൊണ്ട് ആ ഒരു ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്താൽ തന്നെ ഡയറക്റ്റ് അതിൽ റീഡിങ് കിട്ടും. ഓക്കെ, മറ്റതിലൊക്കെ ഈ വെർനിയറിലൊക്കെ നമ്മൾ റീഡ് ചെയ്യണം. ഓക്കെ, ആ കോമ്പസിൽ എത്രാമത്തെ റീഡിംഗ് ആണെന്നൊക്കെ നോക്കി റീഡ് ചെയ്യണം. പക്ഷേ ഡിജിറ്റലാകുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആകുമ്പോൾ അതിൽ ഡയറക്റ്റ് ആ വാല്യൂ ഡിസ്പ്ലേ ആകും. ഓക്കെ, പിന്നെ പറയാനുള്ളത് കോമ്പസും തിയോഡലൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ട് പറയാനുള്ളത്, നമ്മുടെ കോമ്പസ് വെച്ചിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾസ് മെഷർ ചെയ്യാമല്ലോ. ഓക്കെ, പക്ഷേ അത് നമ്മൾ മെഷർ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു മെറിഡിയൻ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞായിരുന്നു നോർത്ത് മെറിഡിയനിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് മാറി, ആംഗിൾ മാറിയിട്ടാണ് നമ്മൾക്ക് നോക്കേണ്ട ഒബ്ജക്റ്റ് നമ്മൾ സൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവിടെ ആ മാഗ്നറ്റിക് മെറിഡിയൻ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ ഒരു നോർത്ത് ഡയറക്ഷന്. ഓക്കെ, അപ്പം ആ ഒരു ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സെറ്റപ്പ് ചെയ്യുമ്പോൾ, ഇൻസ്ട്രുമെൻ്റ് പോയി സെറ്റപ്പ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആകണം എന്നില്ല, എന്ന് വെച്ചാൽ അത്ര ആക്യുറേറ്റ് ആകണം എന്നില്ല. ഓക്കെ, അപ്പം ആക്യുറേറ്റ് ആയില്ലെങ്കിൽ എന്താണ്, അപ്പം ആൻസറും അതിൽ നിന്ന് കിട്ടുന്ന ആൻസറും ആക്യുറേറ്റ് ആകില്ല. നമ്മൾ കറക്റ്റായിട്ട് മാഗ്നറ്റ് നോർത്ത് ഡയറക്ഷനിൽ ആയില്ലെങ്കിൽ, അതിൻ്റെ നീഡിലായില്ലെങ്കിൽ അതനുസരിച്ച് റീഡിങ് എടുക്കുമ്പോൾ ഉള്ള വ്യത്യാസവും വരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നേരത്തെ അത് പറഞ്ഞത് തന്നെ വെർട്ടിക്കൽ ആംഗിൾസ് നമുക്ക് കോമ്പസ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ പറയാനുള്ളത്, സോ വെൻ ദി ഒബ്ജക്റ്റ് ആർ അറ്റ് എ കൺസിഡറബിൾ ഡിസ്റ്റൻസ്, അപ്പം നല്ല ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ എലിവേഷൻ ഇച്ചിരി പൊക്കത്തിലും ഡിപ്രഷനൊക്കെ ഉള്ള ഏരിയ ഒക്കെയാണ്, അവിടെ നമുക്ക് ഹൊറിസോണ്ടലും അതുപോലെ തന്നെ വെർട്ടിക്കൽ ആംഗിൾസും കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഏതാണ്, തിയോഡലൈറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം തിയോഡലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമ്പസ് ഒക്കെ പറഞ്ഞില്ലേ, കോമ്പസ് തൊട്ടെ ലെവലൊക്കെ പറഞ്ഞല്ലോ, ഡംപി ലെവല് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞില്ലേ, ആ ലെവൽ അതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഒരു ഷേപ്പ് തന്നെയാണ്. ഒരു ടെലസ്കോപ്പ് ഉണ്ട്, ബാക്കി പാർട്സൊക്കെ ഏകദേശം അതിൻ്റെ പാർട്സൊക്കെ തന്നെയാണ്. ഓക്കെ, നമുക്ക് കാണാം, ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു റിലേഷൻ തോന്നും, ഓക്കെ ഡംപി ലെവലിൽ പോലെ ഒരു ഷേപ്പ് ആണല്ലോ എന്ന്. ഓക്കെ, അപ്പം ഒന്നുകൂടെ പറഞ്ഞാൽ, സിസ്റ്റം ഓഫ് സർവേയിങ് ഇൻ വിച്ച് ആംഗിൾസ് ആർ മെഷേർഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് തിയോഡലൈറ്റ്, അതാണ് തിയോഡലൈറ്റ് സർവേയിങ്. അത് വെച്ചിട്ട് ചെയ്യുന്ന സർവേയിങ് തിയോഡലൈറ്റ് സർവേയിങ് എന്ന് പറയുന്നു. അപ്പം ഈ കാണിച്ചിരിക്കുന്ന ഫിഗേഴ്സ് ഉണ്ട്, പല പല ടൈപ്പ് ഓഫ് തിയോഡലൈറ്റ്സ് ആണ്. ഒന്ന് ഈ ഓറഞ്ച് കളറിൽ ഇരിക്കുന്നത് വെർനിയർ വെച്ചിട്ടുള്ളത്, പിന്നെ കോമ്പസ് എന്ന് വെച്ചാൽ ഒപ്റ്റിക് തിയോഡലൈറ്റ് എന്ന് പറഞ്ഞില്ലായിരുന്നോ, ആ ഒരു ലെൻസ് ഉള്ളത്, അതാണ് ഈ ബ്രൗൺ കളറിൽ. തൊട്ട് താഴെ ഉള്ളത് ഡിസ്പ്ലേ പോലെ ഉള്ളത് ഏതാണ്, ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്കിനിയും തിയോഡലൈറ്റ്സ് എന്തൊക്കെ സർവേയിങ് വർക്കിന് യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നേരത്തെ പറഞ്ഞ തന്നെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെ
ഒരു ലൈനിൽ പല പോയിന്റുകൾ ലൊക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഡിഫറൻസ് ലെവൽ, ഒരു രണ്ട് ഹൈറ്റിലുള്ള രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാം. പിന്നെ സെറ്റിംഗ് ഔട്ട് ഗ്രേഡ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ വാല്യൂസ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റോഡോ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കൊക്കെ നമ്മൾ ഗ്രൗണ്ടിൽ പണിയാൻ പോവാണ്. അതിനു മുന്നേ നമ്മൾ പ്ലാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാനിൽ എല്ലാ മെഷർമെൻറ്റും എല്ലാം കറക്റ്റായിട്ടും ഉണ്ടായിരിക്കും. ആ പ്ലാനിലുള്ള പേപ്പറിലുള്ള സാധനത്തിനെ ഗ്രൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെറ്റിംഗ് ഔട്ട് എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ വീട് വെക്കുന്നതിന് മുന്നേ ഫൗണ്ടേഷൻ വെക്കുന്നതിന് മുന്നേ ഇങ്ങനെ നൂലൊക്കെ വെച്ചിട്ട് കെട്ടി ഇടുമല്ലോ, അതിനെ സെറ്റിംഗ് ഔട്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ റേഞ്ചിങ് കേർവ്സ് എന്ന് വെച്ചാൽ കേർവ് എവിടെയൊക്കെയാണ് കൊടുക്കുന്നത്, എവിടെയെങ്കിലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം എന്നുള്ള സ്ഥലത്തല്ലേ കേർവ്സ് കൊടുക്കുന്നത്. ഇപ്പോൾ റോഡിൽ നമ്മൾ കേർവ് കൊടുക്കും, എന്തിനാണ്? അത് ആ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലോട്ട് തിരിയണം, എന്നാലേ നമുക്ക് ആ ഒരു പോയിന്റിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഈ കേർവ് കൊടുക്കേണ്ട അവിടെയൊക്കെ ഈ ആംഗിളൊക്കെ മെഷർ ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനത്തെ സ്ഥലത്ത് തിയോളായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ടാക്യോമെട്രിക് സർവേ എന്ന് വെച്ചാൽ എന്താ, ചെയിന് ടേപ്പ് ഒന്നും യൂസ് ചെയ്യാതെ അങ്ങനത്തെ കൺവെൻഷണൽ രീതി അല്ലാതെ ഈ ആംഗിൾസ് വെർട്ടിക്കൽ ആണെങ്കിലും ഹൊറിസോണ്ടൽ ആംഗിൾസ് ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആയിട്ടും നമുക്ക് തിയോഡലായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ കൊടുത്തിരിക്കുന്നത് തിയോഡലൈറ്റിൻ്റെ, ഇതിലെ വെർനിയർ തിയോഡലൈറ്റിൻ്റെ പല പാർട്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓരോന്ന് ഞാൻ അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയേ. ആക്സിസ്, വെർട്ടിക്കൽ ആക്സസ് എന്ന് വെച്ചാൽ വെർട്ടിക്കലായിട്ട് പോകുന്നുണ്ട്, ഒരു വെർട്ടിക്കൽ ആക്സസ് ഉണ്ട്. പിന്നെ ട്രണ്ണിയൻ ആക്സസ് എന്ന് വെച്ചിട്ട് കാണിക്കുന്നുണ്ടോ, നോക്കിയേ ഇങ്ങനെ. അതെന്ന് വെച്ചാൽ ട്രണ്ണിയൻ ആക്സസ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ സാധാ ഹൊറിസോണ്ടൽ ആക്സസ് എന്ന് പറയാം. പിന്നെ ടെലസ്കോപ്പ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഇവിടുത്തെ ഭാഗത്തിന് ഒബ്ജക്റ്റീവ് എന്ന് പറയാം. ഈ നമ്മൾ കണ്ണു നോക്കുന്ന പോർഷനെ ഐ പീസ് എന്ന് പറയും. ഓക്കെ, പിന്നെ ഇവിടെ ബബിൾ ഉണ്ട്, ഓൾട്ടിറ്റ്യൂഡ് ബബിൾ ഉണ്ട്, ബബിള് നേരെ ആക്കണം. പിന്നെ സ്ക്രൂസ് കുറേ ഉണ്ട്. പിന്നെന്താണ്, ഇവിടെ ലെവലിംഗ് സ്ക്രൂ ഉണ്ട്. പിന്നെ ഇങ്ങനെ 3-4 പ്ലേറ്റ് ഉണ്ട്, അത് ഓരോന്ന് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ട്രിപ്പോഡിലായിരിക്കും ഇതും ഇരിക്കുന്നത്. നമ്മുടെ ഡംബി ലെവലൊക്കെ ട്രിപ്പോഡിൽ കൊണ്ട് സെറ്റ് ചെയ്യുന്നു പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഇതും തിയോഡലൈറ്റും ട്രിപ്പോഡിലായിരിക്കും വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മെയിൻ പാർട്സ് നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ഫിഗർ കണ്ടല്ലോ, അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഈ ഒരു ഫിഗർ ആയിരിക്കും. മാർക്കിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ 1 മാർക്ക് ചെയ്യിക്കുന്നത് വേറൊരു പോർഷനിലായിരിക്കും എന്നേ ഉള്ളൂ. പക്ഷെ ബാക്കി ഈ ഒരു ഫിഗർ ആയിരിക്കും മിക്കവാറും ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. ഓക്കെ, അപ്പം മെയിൻ പാർട്സ് ഓരോന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ 7th പാർട്ടാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആ 7th പാർട്ട് നിങ്ങൾ ഫിഗറിൽ കാണാമല്ലോ. ഓക്കെ, അപ്പം അതിനെ ലെവലിംഗ് ഹെഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത് ഈസ് യൂസ് ടു അറ്റാച്ച് ദി ഇൻസ്ട്രുമെന്റ് ടു ട്രിപ്പോഡ്. ഓക്കെ, അപ്പം ട്രിപ്പോഡിലോട്ട് നമ്മുടെ ഇൻസ്ട്രുമെന്റിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലെവലിംഗ് ഹെഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ലെവലിംഗ് ഹെഡിലായിരിക്കും നമ്മൾ പ്ലംബോബൊക്കെ തൂക്കുന്നത്. പ്ലംബോബ് എന്ന് വെച്ചാൽ എന്താണെന്ന് മീൻസ് എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പ്ലംബോബ് കാണിച്ചായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതെ ഈ സാധനം കണ്ടോ, ഇവിടുന്ന് കുക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ടോ ഒരു സാധനം തൂങ്ങി കിടക്കുന്നത്, അത് പ്ലംബോബ് എന്നല്ലേ മാർക്ക് ചെയ്യിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു നൂല് പോലെ താഴെ ഒരു വെയിറ്റ് കാണും, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു വെയിറ്റ് പോലെ. അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു ഇൻസ്ട്രുമെന്റ് കറക്റ്റ് ഒരു സ്റ്റേഷന് മേളിൽ തന്നെയാണോ എന്ന് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ആ സാധനം ഇങ്ങനെ തൂക്കിയിടുമ്പം അതിൻ്റെ കൂർത്ത ഭാഗം നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ പ്ലംബോബ് ഇറക്കി വെക്കുന്നത്. ഓക്കെ, അപ്പം അത് കണക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് ഈ ലെവലിംഗ് ഹെഡ് യൂസ് ചെയ്യാം. പിന്നെ അടുത്തത് ലോവർ പ്ലേറ്റ് അല്ലെങ്കിൽ സർക്കിൾ പ്ലേറ്റ് എന്ന് വെച്ചാൽ ഇവിടെ 18 എന്ന് മാർക്ക് ചെയ്യിക്കുന്നുണ്ടോ, ഇത് ഓക്കെ, ആ പോർഷനെയാണ് കേട്ടോ. അപ്പോൾ ഈ ഫിഗറിൽ ഇങ്ങനത്തെ ഫിഗറിൽ മാർക്ക് ചെയ്യുമ്പോൾ അത് ശരിക്കും നമുക്ക് ഇങ്ങനെ കൂർത്തിച്ചിരിക്കുമോ അങ്ങനെ ഒന്നും ഡൗട്ട് വേണ്ട. അത് ഇങ്ങനെ ഒരു പ്ലേറ്റ് പോലെ ഒരു സർക്കിൾ പോലെ ഇരിക്കുന്ന സാധനമാണ്. ഓക്കെ, അപ്പം അത് അതിൻ്റെ ഒറിജിനൽ ഫിഗർ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പം ലോവർ പ്ലേറ്റ് എന്നാണ്. അപ്പം 2 പ്ലേറ്റ് കാണാമല്ലോ, മേളിൽ ഒരെണ്ണമുണ്ട്. 17 എന്ന് പറയുന്നത് ഒരു പ്ലേറ്റ് ആണ്, അപ്പം 17 താഴെ 18, അപ്പം അത് ലോവറാണ്. അപ്പം ലോവർ പ്ലേറ്റ് എന്ന് പറയാം. അപ്പം നോക്കാം, ആൻ ആംഗുലർ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ആണ്. ഓക്കെ, അപ്പം ആംഗുലർ ആണ്, ആംഗിൾസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആംഗിൾസ് മാർക്ക് ചെയ്യുന്നത് 0 to 360 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പം ഇതൊരു ആനുലാർ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ആണ് വിത്ത് ദി ഗ്രാജുവേഷൻസ് പ്രൊവൈഡഡ് ഓൾ അറൗണ്ട്. അപ്പോൾ അതിൽ ഫുള്ള് ഗ്രാജുവേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സർക്കിൾ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം 0 തൊട്ട് 360 വരെ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദ ഗ്രാജുവേഷൻസ് ആർ ഇൻ ഡിഗ്രി ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ് സോ ദാറ്റ് ഈച്ച് ഡിവിഷൻസ് ഈക്വൽസ് ടു 20 മിനിറ്റ്സ്. ഓക്കെ, അപ്പം ഡിഗ്രിയിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതിനെ 3 പാർട്സ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ
ഡിവിഷനും 20 മിനിറ്റ് ആക്കിയാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ചെറിയ ചെറിയ ഡിവിഷൻസും 20 മിനിറ്റ് ആക്കിയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ആംഗിൾസ് ഒക്കെ നമ്മൾ ഈ ഒരു ലോവർ പ്ലേറ്റ് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ വെർട്ടിക്കൽ ആംഗിളും ഹൊറിസോണ്ടൽ ആംഗിളും മെഷർ ചെയ്യാമെന്ന്. അതിൽ ഈ ഹൊറിസോണ്ടൽ ആംഗിൾസ് ഈ ഒരു ലോവർ പ്ലേറ്റ് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. പിന്നെ ദ സൈസ് ഓഫ് ദി തിയോഡലൈറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ദി ഡയമീറ്റർ ഓഫ് ഹൊറിസോണ്ടൽ സർക്കിൾ. ഓക്കെ, അപ്പം ഈ ഒരു ലോവർ പ്ലേറ്റിനെ നമുക്ക് ഹൊറിസോണ്ടൽ സർക്കിൾ എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഈ ഹൊറിസോണ്ടൽ സർക്കിളിന്റെ ഡയമീറ്റർ എത്രയാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ തിയോഡലൈറ്റിന്റെ മൊത്തത്തിലുള്ള സൈസ് പറയുന്നത്. ഓക്കെ, അപ്പം ഹൊറിസോണ്ടൽ സർക്കിളിന്റെ ഡയമീറ്റർ ഇപ്പം ചെറുതാണെങ്കിൽ അപ്പം അതിൻ്റെ സൈസ് നമ്മൾ പറയുമ്പം ഇച്ചിരി ചെറിയൊരു സൈസ് ആയിരിക്കും. എന്ന് വെച്ചാൽ കടയിലൊക്കെ പോയി മേടിക്കുമ്പോഴേ നമ്മൾ ഇങ്ങനെ അതിൻ്റെ സൈസ് പറയുന്നത് അതിൻ്റെ ഈ ഹൊറിസോണ്ടൽ സർക്കിളിൻ്റെ ഡയമീറ്റർ അനുസരിച്ചാണ് അത് അവർ ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് 17th വൺ അപ്പർ പ്ലേറ്റ്. അപ്പർ പ്ലേറ്റും ഒരു ഹൊറിസോണ്ടൽ പ്ലേറ്റ് തന്നെയാണ്. കുറച്ചുകൂടി ചെറിയ ഡയമീറ്റർ ആയിരിക്കും, സ്മോളർ ഡയമീറ്ററിലായിരിക്കും മറ്റതിനേക്കാളും. അതിൽ 2 വെർനിയർ ഉണ്ട്. ഓക്കെ, ആ വെർനിയർ ഓൺ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പാർട്സ് ഓഫ് ദിസ് ഇറ്റ്സ് സർക്കംഫറൻസ്. അപ്പോൾ ആ ഒരു സർക്കിൾ പോലെ ഇരിക്കുന്ന ആ ഒരു പ്ലേറ്റിൽ അപ്പുറം ഇപ്പുറമായിട്ട് 2 വെർനിയർ എന്ന് വെച്ചാൽ അതിങ്ങനെ വെർനിയർ കാലിപ്പേഴ്സിലുള്ള ഒരു മാർക്കിംഗ് പോലെ ഇല്ലേ, അതേപോലെ 2 സൈഡിലും ഉണ്ട്. ഓക്കെ, എന്നിട്ട് അതിനെ നമുക്കിങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നും ബിന്നും ഡെസിഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ദേ ആർ യൂസ് ടു റീഡ് ഫ്രാക്ഷൻസ് ഓഫ് ദി ഹൊറിസോണ്ടൽ സർക്കിൾ പ്ലേറ്റ് ഗ്രാജുവേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ ആ ലോവർ പ്ലേറ്റ് വെച്ചിട്ട് ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതിലെ ഏറ്റവും കുഞ്ഞു കുഞ്ഞു റീഡിങ്സ്, കുറച്ചുകൂടി ചെറിയ ചെറിയ റീഡിങ്സ് കിട്ടാൻ വേണ്ടി. ഇപ്പം ഇതിൽ 20 മിനിറ്റ്സ് എന്നല്ലേ പറഞ്ഞത്, അപ്പം 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും ഡിഗ്രി, ഇപ്പം 110 ഡിഗ്രി 20 മിനിറ്റ് എന്ന് കിട്ടി കാണും. നമുക്ക് ഇച്ചിരി സെക്കൻഡും കൂടെ ഉള്ള ഇത്രയും സെക്കൻഡ് എന്ന് ഉള്ള റീഡിങ് കൂടെ വേണമെങ്കിൽ, ആംഗിൾ പറയുമ്പോൾ നമ്മൾ 20 ഡിഗ്രി 60 മിനിറ്റ് 15 സെക്കൻഡ് അങ്ങനെയല്ല പറയുന്നത്. അപ്പം കുറച്ചും കൂടെ ചെറിയ റീഡിങ് വേണ്ടി വരുമല്ലോ പ്രിസൈസ് ആകാൻ വേണ്ടി. അപ്പം അങ്ങനെ ചെറിയ ചെറിയ റീഡിങ് കിട്ടാൻ വേണ്ടി ഈ ഒരു അപ്പർ പ്ലേറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ ഈ വെർനിയേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ അതിൽ വെർനിയർ ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നത് 20 മിനിറ്റിലാണ്. അതിനെ ഓരോന്നിനെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഓരോ മിനിറ്റിനെ. അത് 3 തൊട്ട് 5 ഡിവിഷൻസ് വരെ ആകും. ഓരോന്നും 20 സെക്കൻഡ് തൊട്ട് 10 സെക്കൻഡിൻ്റെ പല പല ടൈപ്പ് ഓഫ് തിയോഡലൈറ്റ് അവൈലബിൾ ആണ്. ചിലതിൽ ഒരു കുഞ്ഞ് ഡിവിഷൻ എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആയിരിക്കും, ചിലതിൽ അത് 20 സെക്കൻഡ്സ് ആയിരിക്കും. അങ്ങനെ വെർനിയർ ആയിട്ട് കുറച്ചുകൂടി ചെറിയ റീഡിങ്സ് ഇതിൽ കിട്ടും. ഓക്കെ, വലിയ റീഡിങ് ഇപ്പം ഇത്രയും ഡിഗ്രി ഇത്രയും മിനിറ്റ് എന്നുള്ളത് മറ്റ് അപ്പർ പ്ലേറ്റിൽ ലോവർ പ്ലേറ്റിൽ കിട്ടും. ഈ അപ്പർ പ്ലേറ്റിലുള്ള വെർനിയർ വെച്ചിട്ട് നമുക്ക് അതിൽ ഏറ്റവും കൂടെ കുറച്ചും കൂടെ ഇത്രയും സെക്കൻഡ് എന്നുള്ള റീഡിങ് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് സ്ക്രൂസ് ഉണ്ട്. ഓക്കെ, ക്ലാമ്പ് സ്ക്രൂ ഉണ്ട്, ടാൻജന്റ് സ്ക്രൂ ഉണ്ട്. അപ്പോൾ അത് ഫിഗറിനകത്ത് 15 എന്ന് മാർക്ക് ചെയ്യുന്നുണ്ടോ, ഇതും ഇതും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ദീസ് ആർ 2 clamps. There are 2 clamps and associated tangent screws with the plate. അപ്പം പ്ലേറ്റിൽ 2 ക്ലാമ്പ് സ്ക്രൂവും കാണും, അതിൻ്റെ ടാൻജന്റ് സ്ക്രൂസും കാണും. ഓക്കെ, അപ്പം ഈ സ്ക്രൂസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദി മോഷൻ ഓഫ് ദി ഇൻസ്ട്രുമെന്റ്സ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പം ആ ഒരു ഇൻസ്ട്രുമെന്റ് ഇങ്ങനെ ഹൊറിസോണ്ടൽ പ്ലെയിന് ഇങ്ങനെ എലോങ് ആയിട്ട് മൂവ് ചെയ്യുന്നത് ഈ ഒരു സ്ക്രൂസിൻ്റെ നമ്മൾ ലോക്ക് ചെയ്യുന്നതും അത് ഇച്ചിരി ലൂസാക്കി വിടുന്ന അനുസരിച്ചായിരിക്കും ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഈ ഒരു നമ്മുടെ തിയോഡലൈറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലെ ലോവർ ക്ലാമ്പ് സ്ക്രൂ ലോക്ക് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് റിലീസ് ചെയ്യാം, അതിനെ ഓപ്പൺ ചെയ്തും വിടാം. അപ്പം ഈ ലോവർ ക്ലാമ്പ് സ്ക്രൂ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ലോക്സ് ഓർ റിലീസസ് ദി ലോവർ പ്ലേറ്റ്. നമ്മൾ ലോവർ പ്ലേറ്റ് പറഞ്ഞായിരുന്നല്ലോ നേരത്തെ. അപ്പോൾ ഈ ലോവർ പ്ലേറ്റിനെ ലൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ടൈറ്റ് ആക്കി വെക്കുന്നതും ഈ ലോവർ ക്ലാമ്പ് സ്ക്രൂ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഈ തിയോഡലൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, അതിൽ റീഡിങ്സ് കിട്ടുന്നത് മറ്റേ അപ്പർ പ്ലേറ്റിലും ലോവർ പ്ലേറ്റിലും ആണല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ ബൈസെക്ട് ചെയ്തു, ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ 0 എന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ട് വേറൊരു എയും ബിയും ഉണ്ടേ, നമ്മൾ എയുടെയും ബിയുടെയും നടുക്ക് പോയി നിൽക്കുക. എന്നിട്ട് എയിലോട്ട് നമ്മൾ 0 സെറ്റ് ചെയ്താൽ എയിൽ നിന്ന് നമ്മൾ ബിയിലോട്ട് സൈറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ആംഗിൾ കിട്ടുമെന്ന് നിങ്ങൾക്ക് ഒരു ഇമാജിൻ ചെയ്യാമല്ലോ. അപ്പോൾ ഒരു ആംഗിൾ കിട്ടും. ആ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് അങ്ങ് റീഡ് ചെയ്യല്ലേ, നമ്മളെല്ലാം ടൈറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇപ്പം ഞാൻ ഒന്നും ജസ്റ്റ് സൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം റീഡ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഡിഫറൻസ് വരും ആ ഒരു മൊത്തത്തിലുള്ള ആ ഇൻസ്ട്രുമെന്റിൽ. അപ്പം അങ്ങനെ ആ പ്ലേറ്റിൽ ഒന്നും ചെറിയൊരു മൂവ്മെന്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ലോക്ക് ചെയ്യേണ്ടി വരും.
ഓക്കെ. ലോക്ക് റിലീസ് ചെയ്യാതെ മാത്രമേ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം റൊട്ടേറ്റ് ചെയ്ത് ബൈസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ലോക്ക് ചെയ്യും. അതിനുവേണ്ടിയാണ് ഈ സ്ക്രൂ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. വെൻ ദി സ്ക്രൂ ഇസ് അൺലോക്ക്ഡ് ബോത്ത് അപ്പർ ആൻഡ് ലോവർ പ്ലേറ്റ് മൂവ് ടുഗദർ. ഓക്കെ, ഇപ്പം ഈ പറഞ്ഞ ലോവർ ക്ലാമ്പ് സ്ക്രൂ നമ്മൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രൂ പൊക്കിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാന്ന് വെച്ചാൽ നമുക്ക് അപ്പർ പ്ലേറ്റും ലോവർ പ്ലേറ്റും ഒരുമിച്ച് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ അസോസിയേറ്റഡ് ലോവർ ടാൻജന്റ് സ്ക്രൂ അലൗസ് സ്മോൾ മോഷൻ ഓഫ് ദി പ്ലേറ്റ് ഇൻ ലോക്ക്ഡ് പൊസിഷൻ. ഓക്കെ, ഇനിയും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാമ്പ് സ്ക്രൂ വെച്ച് നമ്മൾ ലോക്ക് ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ചെറിയൊരു മോഷൻ എന്തെങ്കിലും വേണ്ടി വരുവാണെങ്കിൽ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു മോഷൻസിന് വേണ്ടി നമുക്ക് ടാൻജന്റ് സ്ക്രൂ ഉണ്ട്. ഓരോ ക്ലാമ്പ് സ്ക്രൂ ഇരിക്കുന്നതിന് തൊട്ട് താഴെയായിട്ട് ടാൻജന്റ് സ്ക്രൂസ് കാണും. അത് വെച്ചിട്ട് നമുക്ക് ചെറിയ മോഷൻസിന് വേണ്ടി ആ ഒരു ഇൻസ്ട്രുമെന്റ് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ അപ്പർ ക്ലാമ്പ് സ്ക്രൂ, ഇത്രയും നേരം നമ്മൾ ലോവർ ക്ലാമ്പ് സ്ക്രൂവിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി അപ്പർ ക്ലാമ്പ് സ്ക്രൂ എന്താ ചെയ്യുന്നത് വെച്ചാൽ അപ്പർ വെർണിയർ പ്ലേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ അപ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞില്ലേ, അതിനെ ലോക്ക് ചെയ്യുകയും റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെൻ ദിസ് ക്ലാമ്പ് ഇസ് റിലീസ്ഡ് ദ ലോവർ പ്ലേറ്റ് ഡസ് നോട്ട് മൂവ്. ഓക്കെ, ഈ അപ്പർ ക്ലാമ്പ് സ്ക്രൂ റിലീസ് ചെയ്തെന്ന് വെച്ചിട്ട് ലോവർ പ്ലേറ്റ് മൂവ് ചെയ്യണമെന്നില്ല. അത് അതേപോലെ തന്നെ ഇരിക്കത്തുള്ളൂ. ലോവർ പ്ലേറ്റ് മൂവ് ചെയ്യണമെങ്കിൽ ലോവർ ക്ലാമ്പ് സ്ക്രൂ തന്നെ റിലീസ് ചെയ്യണം. ഓക്കെ, ബട്ട് ഈ അപ്പർ ക്ലാമ്പ് സ്ക്രൂ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ വെർണിയർ പ്ലേറ്റ് മൂവ് ആകും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആ റീഡിങ്ങിൽ വന്ന ചേഞ്ചസ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, അതിലെന്തുമാത്രം മാറിയിട്ടുണ്ട് എന്നുള്ളത്. ദ അപ്പർ ടാൻജന്റ് സ്ക്രൂ, അവിടെയുള്ള ടാൻജന്റ് സ്ക്രൂ ചെറിയ ചെറിയ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും വേണമെങ്കിൽ, കുറച്ചും കൂടെ ഒന്ന് കറക്റ്റ് ആക്കണമെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ടാൻജന്റ് സ്ക്രൂ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം സ്ക്രൂസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലോക്ക് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പം ഇതിലെ ലോവർ ക്ലാമ്പ് സ്ക്രൂ റിലീസ് ചെയ്താൽ എന്താണ്, അപ്പർ പ്ലേറ്റും ലോവർ പ്ലേറ്റും ഒരുമിച്ച് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി അവിടെയുള്ള ടാൻജന്റ് സ്ക്രൂ യൂസ് ചെയ്യാം. ഇനിയും അപ്പർ ക്ലാമ്പ് സ്ക്രൂ ആണ് റിലീസ് ചെയ്യുന്നെങ്കിൽ അവിടെ അപ്പർ വെർണിയർ മാത്രമേ മൂവ് ആകത്തുള്ളൂ, മറ്റേ ലോവർ മൂവ് ആക്കാൻ പറ്റത്തില്ല. അത് അങ്ങനെ ലോക്കായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. പിന്നെ അവിടെയും ഫൈൻ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ടാൻജന്റ് സ്ക്രൂ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് പ്ലേറ്റ് ലെവല്. ഓക്കെ, അത് മാർക്ക് ചെയ്തിരിക്കുന്നത് 5 എന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ അപ്പർ പ്ലേറ്റും ലോവർ പ്ലേറ്റും, അവിടെ അപ്പർ പ്ലേറ്റിന് മേളിലായിട്ട് ഒരു ലെവലുണ്ട്. എന്ന് വെച്ചാൽ ഒരു സ്പിരിറ്റ് ലെവൽ, അതിനകത്ത് ഒരു ബബിൾ കാണും. ആ ബബിൾ സെൻറ്റർ ആക്കണം, അതാണ് മെയിൻ നമ്മൾ ഉദ്ദേശിച്ചത്. എന്നാൽ സെൻറ്റർ ആയാലേ ആ ഇൻസ്ട്രുമെന്റ് ലെവലാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം അതിനാണ് ആ ഒരു പ്ലേറ്റ് ലെവൽ, പ്ലേറ്റിന് മേളിലുള്ളതുകൊണ്ട് പ്ലേറ്റ് ലെവൽ എന്ന് പേര് വന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് സ്പിരിറ്റ് ലെവലാണ്. അതിലൊരു ബബിൾ ഉണ്ട്, പിന്നെ അതിനൊരു ഗ്ലാസ് കവറിനുള്ളിലാണ്. അപ്പം അതിൽ ചെറിയ ചെറിയ ഗ്രാജുവേഷൻസും ഉണ്ട്. അപ്പം നടുക്ക് അതിൻ്റെ സെൻട്രൽ പൊസിഷനിൽ 0 എന്നൊരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ അവിടെ എത്തിക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പം എ സിംഗിൾ ലെവൽ ഓർ 2 ലെവൽസ് ഫിക്സ്ഡ് ഇൻ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ മേ ബി പ്രൊവൈഡഡ്. ചിലപ്പം ആ ഒരു പ്ലേറ്റിൽ ഒരൊറ്റ ലെവലേ കാണത്തുള്ളൂ, ചിലപ്പം 2 എണ്ണം കാണും. ഒന്നിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരെണ്ണം ആ ഒരു പ്ലേറ്റിൽ തന്നെ കാണുമായിരിക്കും. പിന്നെ പറയുന്നത് ദ സ്പിരിറ്റ് ലെവൽ ക്യാൻ ബി അഡ്ജസ്റ്റഡ് വിത്ത് ഫുട്ട് സ്ക്രൂ ഓഫ് ദി ലെവലിംഗ് ഹെഡ്. ഓക്കെ, അപ്പം ലെവലിംഗ് ഹെഡ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം ലെവലിംഗ് ഹെഡിലുള്ള ഫൂട്ട് സ്ക്രൂ വെച്ചിട്ട് നമുക്ക് ആ സ്പിരിറ്റ് ലെവലിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫൂട്ട് സ്ക്രൂ ഇവിടെ കണ്ടു എന്ന് വിചാരിക്കുന്നത് ഈ സാധനം ഇവിടെ 3 എണ്ണം ഉണ്ട്. ഇവിടെ 1, 2, പിന്നെ ഇതിന് ഇപ്പുറമായിട്ട് ഒരു പെർപെൻഡിക്കുലറായിട്ട് അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം ഉണ്ട്. അങ്ങനെ ഫൂട്ട് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് സ്പിരിറ്റ് ലെവല് അതിലെ ബബിള് നടുക്കാക്കി വെക്കാൻ പറ്റും. ഓക്കെ, ഇനി 10ാമത്തത് ടെലസ്കോപ്പ്. അറിയാലോ, നമ്മൾ ഡംബി ലെവലൊക്കെ കണ്ടതാണ്. ഓക്കെ, അപ്പം അതിലെ ആ ടെലസ്കോപ്പിലുള്ള മെയിൻ പാർട്സ് എന്ന് വെച്ചാൽ ഒന്ന് ഐ പീസ്, നമ്മൾ നോക്കുന്ന പോർഷൻ, പിന്നെ ഡയഫ്രം ഉണ്ട്. നോക്കുമ്പോൾ നമുക്കിങ്ങനെ ക്രോസ് ഹെയർ കാണാം. നിങ്ങൾ ഏതാ ഡംബി ലെവൽ പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, സെയിം ക്രോസ് ഹെയർസ് കാണാം. പിന്നെ അതിൻ്റെ അറ്റത്ത്, ആ ടെലസ്കോപ്പിൻ്റെ അങ്ങേ അറ്റത്ത് ഒബ്ജക്റ്റ് കാണാനുള്ള ലെൻസ് ഉണ്ട്. പിന്നെ അത് ഫോക്കസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അവിടെ, സ്ക്രൂസും അതിന് ഫോക്കസിങ് സ്ക്രൂ, ഐ പീസിൻ്റെ അവിടെയുള്ള സ്ക്രൂസ് ഒക്കെ കാണാം. ഓക്കെ, ഇനി അടുത്തത് വെർട്ടിക്കൽ സർക്കിൾ. അത് നിങ്ങൾ നോക്കിയേ, 1 എന്ന് മാർക്കിക്കുന്നു ഇവിടെ. ഇതൊരു സർക്കിൾ പോലത്തെ സാധനം കേട്ടോ. അത് ഒറിജിനൽ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഇതിൻ്റെ പാർട്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം ഈ വെർട്ടിക്കൽ സർക്കിൾ ഒരു സർക്കുലർ പ്ലേറ്റ് ആണ്. അത് ഹൊറിസോണ്ടൽ ആക്സിസിലാണ് അത് സപ്പോർട്ടായിട്ട് ഇരിക്കുന്നത്. ഓക്കെ,
ബിറ്റ്വീൻ ദി എ ഫ്രെയിംസ്. എ ഫ്രെയിം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ സർക്കുലർ പ്ലേറ്റ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ വെർട്ടിക്കൽ സർക്കിൾ ഇരിക്കുന്നത്. വെർട്ടിക്കൽ സർക്കിൾ ഇങ്ങനെ ഗ്രാജുവേഷൻസ് ആണ്, 0 തൊട്ട് 90 വരെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കുക. 0 to 90 in 4 ക്വാഡ്രന്റ്. അപ്പം 4 ക്വാഡ്രന്റ് ആയിട്ട് ആ ഒരു വെർട്ടിക്കൽ സർക്കിളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്വാഡ്രന്റിൽ 0 to 90 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അടുത്തതിൽ പിന്നെ 0 to 90 വരെ, അങ്ങനെയാണ് മാർക്കിംഗ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. വെർട്ടിക്കൽ സർക്കിൾ മൂവ്സ് വിത്ത് ദി ടെലസ്കോപ്പ് വെൻ ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് ഇൻ ദി വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ. അപ്പം ടെലസ്കോപ്പ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ വെർട്ടിക്കൽ സർക്കിൾ മൂവ് ആകും, കാരണം അതിലോട്ട് അത് കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ആ ഫിഗർ കണ്ടാൽ മനസ്സിലാവും, ടെലസ്കോപ്പും ഈ വെർട്ടിക്കൽ സർക്കിളും കണക്റ്റഡ് ആണ്. അപ്പം അത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് വെർട്ടിക്കൽ സർക്കിളും മൂവ് ആവും. ഓക്കെ. ഇനിയും 11 എന്ന് പറയുന്നത് വെർട്ടിക്കൽ സർക്കിൾ ക്ലാമ്പ് ആൻഡ് ടാൻജന്റ് സ്ക്രൂ. ഇപ്പം വെർട്ടിക്കൽ സർക്കിളിന് ഗ്രാജുവേഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതെന്തിനായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതെന്തിനാണ്? വെർട്ടിക്കൽ ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ഈ വെർട്ടിക്കൽ ആംഗിൾസിൽ വെച്ചിട്ടാണ് നമ്മൾ വെർട്ടിക്കലായിട്ടുള്ള ആംഗിൾസ് മെഷർ ചെയ്യുന്നത്, ഈ വെർട്ടിക്കൽ സർക്കിൾ വെച്ചിട്ടാണ്. ഓക്കെ. ഇനി അവിടെയും നേരത്തെ അപ്പർ പ്ലേറ്റിലും ലോവർ പ്ലേറ്റിലൊക്കെ നമ്മൾ ലോക്ക് ചെയ്യാനും റിലീസ് ചെയ്യാനും ക്ലാമ്പ് സ്ക്രൂവും ടാൻജന്റ് സ്ക്രൂ യൂസ് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ ഇവിടെയും ക്ലാമ്പിങ് ചെയ്യാൻ വേണ്ടി മൂവ്മെന്റ് ഒന്നും ഉണ്ടാകാതെ റെസ്ട്രിക്ട് ചെയ്ത് വെക്കാനൊക്കെ നമുക്ക് സ്ക്രൂ ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അടുത്തത് 2 എന്ന് മാർക്ക് ചെയ്യുന്നത് ഓൾട്ടിറ്റ്യൂഡ് ലെവൽ. എ ഹൈലി സെൻസിറ്റീവ് ബബിൾ ഈസ് യൂസ്ഡ് ഫോർ ലെവലിംഗ് particularly when taking the vertical angle observation. ഇതിൽ വെർട്ടിക്കൽ ആംഗിൾ ഒബ്സർവേഷൻ ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഈ ഓൾട്ടിറ്റ്യൂഡ് ലെവൽ, അവിടെ ഒരു ബബിൾ ആയിരിക്കും, ആ ബബിൾ കറക്റ്റായിട്ട് സെൻറ്റർ ആക്കി വെക്കണം. ഓക്കെ. വെർട്ടിക്കൽ ആംഗിൾ ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് കറക്റ്റായിട്ട് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇപ്പോൾ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ആ ഒരു ഓൾട്ടിറ്റ്യൂഡ് ലെവലിലെ ബബിൾ സെൻറ്റർ ആക്കിയില്ലെങ്കിലും വലിയ വിഷയം വരുന്നില്ല, അവിടെ മറ്റേ താഴത്തെ ആ പ്ലേറ്റിലുള്ള ചെയ്താൽ മതി. ഇപ്പം വെർട്ടിക്കൽ സർക്കിളിൻ്റെ കൂടെ ഉള്ളതല്ലേ, അപ്പോൾ അത് കറക്റ്റായിട്ട് സെൻറ്ററിലാക്കി വെക്കണം അതിൻ്റെ ബബിൾ. ഓക്കെ. ഇനി നമുക്ക് ഒരു തിയോഡലൈറ്റ് നമ്മൾ ചെയ്യുമ്പം കുറച്ച് അറിഞ്ഞിരിക്കേണ്ട ടേംസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. അപ്പം ഒന്ന് സെൻറ്ററിങ്. സെൻറ്ററിങ് എന്ന് വെച്ചാൽ മീൻസ് സെറ്റിംഗ് ദി തിയോഡലൈറ്റ് എക്സാക്ട്ലി ഓവർ ആൻ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ. ഒരു സ്റ്റേഷൻ ഉണ്ടെങ്കിൽ സ്റ്റേഷൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു കമ്പ് വെച്ചിട്ടോ ഒരു പെഗ് വെച്ചിട്ടോ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മേളിൽ പോയിട്ട് എക്സാക്ട്ലി അതിൻ്റെ ഓവറായിട്ട് നമ്മൾ തിയോഡലൈറ്റിനെ സെറ്റപ്പ് ചെയ്യുക, അതിനെയാണ് സെൻറ്ററിങ് എന്ന് പറയുന്നത്. കറക്റ്റ് സെൻറ്റർ ആയിരിക്കണമല്ലോ. സോ ദാറ്റ് ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ് ലൈസ് ഇമ്മീഡിയറ്റ്ലി അബവ് ദി സ്റ്റേഷൻ ആക്സ് മാർക്ക്. ഓക്കെ. അപ്പം അങ്ങനെ കറക്റ്റായിട്ട് വെച്ചാലേ എന്താ അവിടെ സാധ്യമാകത്തുള്ളൂ. ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്, മേളിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു ആക്സിസ് എന്ന് പറയുന്നത് കറക്റ്റ് ആ സ്റ്റേഷന് ഓവറായിട്ട് വരത്തുള്ളൂ. Okay, it can be done by means of plumb bob suspended from a small hook attached to the vertical axis of the theodolite. Okay, അപ്പം തിയോഡലൈറ്റിനെ തൊട്ട് താഴെയുള്ള ആ ഹുക്കിൽ ഒരു പ്ലം ബോബ് ഇറക്കി വെച്ച് അതിങ്ങനെ സെൻറ്ററാക്കി വെച്ച് നമുക്ക് ഈ ഒരു സെൻറ്ററിങ് നടത്താം. ഓക്കെ. അപ്പോൾ ആദ്യം എന്തെടുക്കുന്നത് വെച്ചാൽ തിയോഡലൈറ്റിൻ്റെ അവിടെ താഴെയുള്ള ആ ഹുക്കിൽ പോയിട്ട് ആ നൂലും നല്ല വെയിറ്റ് ഉള്ള സാധനം ഉണ്ടല്ലോ, ആ സാധനം കൊണ്ട് ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റേഷൻ അവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ വെച്ച ഉടനെ അത് കറക്റ്റ് ആകത്തില്ല. അപ്പം ഇൻസ്ട്രുമെൻറ്റ് ചെറുതായിട്ട് ആ ട്രിപ്പോഡ് ചെറുതായിട്ട് ഇങ്ങോട്ടോ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടൊക്കെ ഒന്ന് മാറ്റിയാൽ കറക്റ്റ് ആ പ്ലം ബോബിൻ്റെ വെയിറ്റ് നമ്മൾ കുത്തി വെച്ചിരിക്കുന്ന ആ ഒരു പെഗിൻ്റെ മേളിൽ വന്ന് നിൽക്കും. അപ്പോൾ ആണ് ഓക്കെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് സെൻറ്ററിങ് നടന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ. കറക്റ്റ് അതിന് തൊട്ട് മേളിലായിരിക്കണം. ഇനി അടുത്ത ഒരു ടേം ട്രാൻസിറ്റിങ്. ഓക്കെ. ട്രാൻസിറ്റിങ്ങിനെ നമുക്ക് ഒന്നെങ്കിൽ റിവേഴ്സിങ്, പ്ലഞ്ചിങ് എന്നൊക്കെ പറയാം. അതെന്ന് വെച്ചാൽ പ്രോസസ് ഓഫ് ടേണിംഗ് ദി ടെലസ്കോപ്പ് എബോവ് ഇറ്റ്സ് ഹൊറിസോണ്ടൽ ആക്സിസ് ത്രൂ 180 ഡിഗ്രി ഇൻ ദി വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൽ ഹൊറിസോണ്ടൽ ആക്സിസിന് എബോട്ടായിട്ട് ടെലസ്കോപ്പിനെ ടേൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാൻസിറ്റിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അപ്സൈഡ് ഡൗൺ അങ്ങനെ, അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഡൗണിൽ നിന്ന് അപ്പിലോ അങ്ങനെ ഒരു ആംഗിൾ ഒക്കെ അങ്ങനെ ടെലസ്കോപ്പിനെ ടേൺ ചെയ്യുന്നതാണ് നമ്മൾ ട്രാൻസിറ്റിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സ്വിങ്ങിങ് ഉണ്ട്. ഓക്കെ. സ്വിങ്ങിങ് എന്ന് പറയുന്നത് ടേണിങ് ദി ടെലസ്കോപ്പ് അബൌട്ട് ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ്. വെർട്ടിക്കൽ ആക്സിസിന് എബൌട്ടായിട്ടാണ് ആ ടെലസ്കോപ്പ് നമ്മൾ ടേൺ ചെയ്യുന്നതെങ്കിൽ അതിനെ സ്വിങ്ങിങ് എന്ന് പറയും. മറ്റേതെന്തായിരുന്നു, ഹൊറിസോണ്ടൽ ആക്സിസിന് എബൌട്ടായിട്ടായിരുന്നു ടേൺ ചെയ്തത്, അപ്പോൾ അതിനെ ട്രാൻസിറ്റിംഗ് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം എ സ്വിങ് ഈസ് കോൾഡ് right or left according as the telescope is rotated clockwise or counter clockwise. ഓക്കെ. അപ്പം റൈറ്റ് സ്വിങ് ആയിരുന്നു അല്ലെങ്കിൽ ലെഫ്റ്റ് സ്വിങ് ആയിരുന്നു എന്ന് പറയാൻ പറ്റും.
അതെങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ, അവിടെ റൈറ്റ് സ്വിങ് ആണെങ്കിൽ അവിടെ ടെലസ്കോപ്പ് നമ്മൾ ക്ലോക്ക് വൈസ് ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി ലെഫ്റ്റ് സ്വിങ് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ടെലസ്കോപ്പ് നേരെ ഓപ്പോസിറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ടേം ഫേസ് ലെഫ്റ്റ്. ഓക്കെ, ഫേസ് ലെഫ്റ്റ് എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻറ്റിനകത്തൊരു വെർട്ടിക്കൽ സർക്കിൾ ഉണ്ടെന്ന് അറിയാലോ, ഞാൻ പറഞ്ഞല്ലോ ടെലസ്കോപ്പിൻ്റെ കൂടെ ഉള്ള ആ വെർട്ടിക്കൽ സർക്കിൾ റീഡിങ് എടുക്കുന്ന ഒബ്സർവറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമുക്കതിനെ ഫേസ് ലെഫ്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, വൈൽ ടേക്കിങ്, അപ്പോൾ റീഡിങ് എടുക്കുന്ന ആ ആളുടെ ലെഫ്റ്റ് സൈഡിലാണ് ആ വെർട്ടിക്കൽ സർക്കിൾ ഇരിക്കുന്നതെങ്കിൽ അത് ഫേസ് ലെഫ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇനിയും അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ എടുക്കുന്ന ഒബ്സർവേഷനെ ഓക്കെ അതിനെ നമുക്ക് ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് ഫേസ് റൈറ്റ്. അപ്പം നേരെ ഓപ്പോസിറ്റ്, അവിടെ വെർട്ടിക്കൽ സർക്കിൾ ഒബ്സർവറിന്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ അതിനെ ഫേസ് റൈറ്റ് എന്ന് പറയാം. ആൻഡ് ദി ഒബ്സർവേഷൻ ടേക്കൺ ഓൺ ദി ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ സർക്കിൾ. ആ വെർട്ടിക്കൽ സർക്കിളും ഹൊറിസോണ്ടൽ സർക്കിളിലും ആണല്ലോ നമ്മൾ റീഡിങ് എടുക്കുന്നത്, അതിലാണല്ലോ ആംഗിൾസ് വരുന്നത്. ഇനി ആ ആംഗിൾസ് എടുക്കുന്നത് ഈ ഒരു പൊസിഷനിലാണെങ്കിൽ, ഫേസ് റൈറ്റ് ആയിരിക്കുന്ന പൊസിഷനിലാണെങ്കിൽ അതിനെ അങ്ങനെ എടുക്കുന്ന ഒബ്സർവേഷനെ ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് ചേഞ്ചിങ് ഫേസ്. ഇത് ഓരോ ടേംസ് ആണ് കേട്ടോ. തിയോഡലൈറ്റ് സർവേയിങ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് ടേംസ് ആണ്. നിങ്ങൾ സർവേയിങ്ങിൽ പഠിക്കും, ഞാൻ എന്നാലും പറഞ്ഞു പോവുകയാണ്. ചേഞ്ചിങ് ഫേസ്. ഓക്കെ, ഇറ്റ് ഈസ് ദി ഒബ്സർവേഷൻ ഓഫ് ബ്രിങ്ങിങ് ദി വെർട്ടിക്കൽ സർക്കിൾ ടു ദി റൈറ്റ് ഓഫ് ദി ഒബ്സർവർ ഇഫ് ഒറിജിനലി ഇറ്റ് ഈസ് ടു ദി ലെഫ്റ്റ് ആൻഡ് വൈസ് വേഴ്സ. എന്ന് വെച്ചാൽ നമ്മുടെ വെർട്ടിക്കൽ സർക്കിളില്ലേ, വെർട്ടിക്കൽ സർക്കിള് റൈറ്റിലാണെങ്കിൽ, ഒബ്സർവറിൻ്റെ റൈറ്റിലാണെങ്കിൽ അതിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നതിനെ ആണ് ആ ഒരു ഓപ്പറേഷനെയാണ് ഫേസ് ചേഞ്ച് ചെയ്യുമല്ലോ ഇവിടെ. അപ്പോൾ ചേഞ്ചിങ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ ലെഫ്റ്റിലിരിക്കുന്ന വെർട്ടിക്കൽ സർക്കിളിനെ റൊട്ടേറ്റ് ചെയ്ത് റൈറ്റിൽ കൊണ്ടുവരിക, ഏതാണേലും വൈസ് വേഴ്സ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ ഒരു പ്രോസസ്സിനെയാണ് ചേഞ്ചിങ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ചെയ്യുന്നത് 2 സ്റ്റെപ്പ് വഴിയാണ്. ഒന്ന്, ഫസ്റ്റ്ലി റിവോൾവ് ദി ടെലിസ്കോപ്പ് ത്രൂ 180 ഡിഗ്രി ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ. ആദ്യം 180 ഡിഗ്രി ആംഗിളിൽ നമ്മൾ ഈ വെർട്ടിക്കൽ പ്ലെയിനിന് അലോങ് ആയിട്ട് നമ്മൾ ടെലിസ്കോപ്പ് ആദ്യം ഒന്ന് റിവോൾവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് റൊട്ടേറ്റ് ചെയ്യണം 180 ഡിഗ്രി ഇൻ ദി ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ലെഫ്റ്റിലിരുന്ന വെർട്ടിക്കൽ സർക്കിൾ ഓട്ടോമാറ്റിക്കലി റൈറ്റിൽ വരും, നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും. ഓക്കെ, അടുത്ത ടേം ലൈൻ ഓഫ് കൊളിമേഷൻ. അത് നിങ്ങൾ ഡംബി ലെവൽ പറഞ്ഞപ്പം കേട്ടത് തന്നെയാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ ജോയിനിങ് ദി ഇന്റർസെക്ഷൻ ഓഫ് ക്രോസ് എയർ ഓഫ് ദി ഡയഫ്രം ടു ദി ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദി ഒബ്ജക്ട് ഗ്ലാസ് ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂഷൻ. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഓക്കെ, അപ്പം നിങ്ങളുടെ ടെലിസ്കോപ്പാന്ന് വിചാരിക്കുക, ഇത് മൊത്തത്തിൽ ടെലിസ്കോപ്പ്. അതിൻ്റെ ഈ പോർഷൻ എന്ന് പറയുന്നത് ഐ പീസ് ഇവിടം കൊണ്ട് വരുമ്പം അത് ഒബ്ജക്റ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പം ഐ പീസിൻ്റെ അവിടെ ആണല്ലോ ഇങ്ങനെ ഡയഫ്രം ഉള്ളത്. ക്രോസ് എയർ കാണാം നിങ്ങൾക്ക് വിചാരിക്കുന്നു. അപ്പോൾ ക്രോസ് എയറിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ഒബ്ജക്റ്റിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്ന ആ ഇമാജിനറി ലൈനെയാണ് നമ്മൾ ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഒന്നുണ്ട് ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ്. അതെന്ന് വെച്ചാൽ ഇമാജിനറി ലൈൻ ജോയിനിങ് ദി ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദി ഒബ്ജക്ട് ഗ്ലാസ് ടു ദി സെൻറ്റർ ഓഫ് ഐ പീസ്. നേരത്തത് ഡയഫ്രത്തിന് സെൻറ്റർ എന്നല്ലേ, അത് തന്നെ ആകണമെന്നില്ല ആക്സിസിന്റെ സെൻറ്റർ എന്ന് പറയുന്നത്. മീൻസ് ഈ ഐ പീസിന്റെ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പം ഐ പീസിന്റെ സെൻറ്റർ തൊട്ട് ഒബ്ജക്ട് ഗ്ലാസിന്റെ സെൻറ്ററിൽ കൂടെ പോകുന്ന ലൈനെയാണ് ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. അടുത്തത് ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ്. ആ ലെവൽ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അതിനെ നമുക്ക് ബബിൾ ലൈൻ എന്ന് പറയാം. അപ്പം ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ടാൻജൻഷ്യൽ ടു ദി ലോങ്ങിറ്റ്യൂഡിനൽ കർവ് ഓഫ് ദി ലെവൽ ട്യൂബ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ട്യൂബ്. അപ്പം ആ ട്യൂബിൻ്റെ സെൻട്രലായിട്ടൊരു ഒരു ബബിൾ ഇരിക്കുന്നത് ഒരു ചെറിയൊരു കേവ് പോലെയാണ്. അപ്പം അതിൽ കൂടെ ഒരു ടാൻജൻഷ്യലായിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ഓക്കെ അതെങ്ങനെയാണ് പോകുന്നത്, അപ്പോൾ ഹൊറിസോണ്ടലായിട്ടായിരിക്കും പോകുന്നത്. അതിനാണ് ആക്സിസ് ഓഫ് ആ ഒരു ലെവൽ ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വെർട്ടിക്കൽ ആക്സിസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ജസ്റ്റ് ഇറ്റ് ഇസ് ദി ആക്സിസ് അബൌട്ട് വിച്ച് ദി ടെലിസ്കോപ്പ് ക്യാൻ ബി റൊട്ടേറ്റഡ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഒരു ടെലിസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ആംഗിളിനെയാണ് വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇനി ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദി ആക്സിസ് അബൌട്ട് വിച്ച് ദി ടെലിസ്കോപ്പ് ക്യാൻ ബി റൊട്ടേറ്റഡ് ഇൻ ദി വെർട്ടിക്കൽ പ്ലെയിൻ. അതിനെ നമുക്ക് ട്രണ്ണിയൻ ആക്സിസ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇത്രയായിരുന്നു മെയിൻ പാർട്സും അതിൻ്റെ അറിഞ്ഞിരിക്കുന്ന ടേംസ് ഒക്കെ. ഓക്കെ, ഇനി കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ഇൻസ്ട്രുമെൻ്റ് നമ്മളൊരു ഗ്രൗണ്ടിന് എബൌട്ടായിട്ട് നമ്മളിങ്ങനെ കൊണ്ട് സെറ്റപ്പ് ചെയ്യുമ്പം
കുറച്ച് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് വാല്യൂസ് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ നേരെ പോയിട്ട് ട്രിപ്പ് ബോർഡിൽ കൊണ്ടുപോയി തിയോഡിലൈറ്റ് വെച്ചാൽ ഉടനെ റീഡിങ് എടുക്കാൻ പറ്റത്തില്ല, അത് കിട്ടുന്ന ആൻസർ പൊട്ടത്തെറ്റായിരിക്കും. അതല്ല, നമ്മൾ കുറച്ച് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണം, എന്നിട്ടാണ് നമുക്കത് റീഡിങ്സ് എടുക്കാൻ തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് നമ്മൾ പലതിൽ ആ ലെവലിലും കോമ്പസിലൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ്. എല്ലാത്തിലും അതിൻ്റേതായ രീതിയിലുള്ള ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണം, എന്നാലേ നമുക്ക് റീഡിങ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പം 2 ടൈപ്പ് ഉണ്ട്, പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്, ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്. അതിൽ പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ദേ ആർ മെയ്ഡ് ടു എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഫണ്ടമെൻ്റൽ ലൈൻസ് ഓഫ് ദി തിയോഡലൈറ്റ്. ഫണ്ടമെൻ്റൽ ലൈൻസ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ആക്സസ് ഒക്കെ ഇല്ലേ, അവർ പല ആക്സസും ഉണ്ടല്ലോ, അപ്പോൾ അതിൽ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതിൽ നടത്തുന്ന അഡ്ജസ്റ്റ്മെൻറ്റിനെയാണ് പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മാറ്റം വരത്തില്ല. ദേ ആർ എസെൻഷ്യൽ ഫോർ ദി ആക്യുറസി. അപ്പം നമ്മൾ എടുക്കുന്ന റീഡിങ്സിൽ ആക്യുറസി വേണമെങ്കിൽ ഈ ഒരു പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്താലേ നടക്കത്തുള്ളൂ. ഓക്കെ, അത് നമ്മളൊന്ന് ചെയ്ത് റെഡിയാക്കി ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, അതിനെയാണ് പെർമനൻ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ ഏതൊക്കെ ടൈപ്പ് വരും നോക്കാം. ദ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ കേസ് ഓഫ് എ ട്രാൻസിറ്റ് തിയോഡലൈറ്റ്സ് ആർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നോക്കാം. ഒന്ന്, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഹൊറിസോണ്ടൽ പ്ലേറ്റ് ലെവൽ. ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഓർമ്മയുണ്ടല്ലോ, അവിടെ ഒരു ലെവൽ ഉണ്ടല്ലോ. ഓക്കെ, അതിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ദ ആക്സിസ് ഓഫ് ദി പ്ലേറ്റ് ലെവൽസ് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ദി വെർട്ടിക്കൽ ആക്സിസ്. ഓക്കെ, അപ്പം വെർട്ടിക്കൽ ആക്സസ് അറിയാലോ, നമ്മൾ ടെലിസ്കോപ്പിൻ്റെ അതുവഴി ഇങ്ങനെ ഒരു ആക്സസ് കറക്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതാണ് വെർട്ടിക്കൽ ആക്സസ് എന്ന് പറയുന്നത്. അതിന് എബോട്ടായിട്ടായിരിക്കും ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മൾ ടെലിസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ഒരു ആക്സസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം ആ ഒരു ഹൊറിസോണ്ടൽ പ്ലേറ്റിലുള്ള ലെവല്. ഓക്കെ, ഇനി കൊളിമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ദ ലൈൻ ഓഫ് കൊളിമേഷൻ ഷുഡ് കോയിൻസൈഡ് വിത്ത് ദി ആക്സിസ് ഓഫ് ദി ടെലിസ്കോപ്പ്. ആ ലൈൻ ഓഫ് കൊളിമേഷൻ നമ്മൾ പറഞ്ഞില്ലായിരുന്നു, ഏതാണ്? ക്രോസ് എയറും പിന്നെ ഒബ്ജക്റ്റീവിൻ്റെ സെൻറ്ററിൽ കൂടെ അതും പിന്നെ ആക്സിസ് ഓഫ് ടെലിസ്കോപ്പും കോയിൻസൈഡ് ചെയ്യണം, അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ആൻഡ് ദി ആക്സിസ് ഓഫ് ദി ഒബ്ജക്റ്റീവ് സ്ലൈഡ് ഷുഡ് ബി അറ്റ് റൈറ്റ് ആംഗിൾ ടു ദി ഹൊറിസോണ്ടൽ ആക്സിസിന് റൈറ്റ് ആംഗിൾ ആയിട്ടായിരിക്കണം. ഒബ്ജക്റ്റീവിൻ്റെ അവിടെ കൂടെ ഒരു ആക്സസ് പോകുന്നുണ്ടെങ്കിൽ അത് ആ ഒരു രീതിയിലായിരിക്കണം, അത്രയും കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, പിന്നെ ഹൊറിസോണ്ടൽ ആക്സിസിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ആക്സിസ് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ ആക്സിസ്, രണ്ടും റൈറ്റ് ആംഗിൾ ആയിരിക്കണം. അടുത്തത് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ടെലസ്കോപ്പ് ലെവൽ ഓർ ദി ഓൾട്ടിറ്റ്യൂഡ് ലെവൽ പ്ലേറ്റിൽ. ഓക്കെ, ഓൾട്ടിറ്റ്യൂഡ് ലെവലും പ്ലേറ്റ് ലെവലൊക്കെ ഉള്ള ഈ അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ദ ആക്സിസ് ഓഫ് ദി ടെലിസ്കോപ്പ് ലെവൽ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ലെവൽ മസ്റ്റ് ബി പാരലൽ ടു ദി ലൈൻ ഓഫ് കൊളിമേഷൻ. അപ്പോൾ ലൈൻ ഓഫ് കൊളിമേഷൻ ഉണ്ടല്ലോ, അതിന് പാരലായിട്ടായിരിക്കണം ടെലിസ്കോപ്പ് ഉള്ള ലെവലിൽ ഉള്ള ആക്സിസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ദ വെർട്ടിക്കൽ സർക്കിൾ ഇൻഡെക്സ് അഡ്ജസ്റ്റ്മെൻറ്റ്. അതെന്താണെന്ന് വെച്ചാൽ ദ വെർട്ടിക്കൽ സർക്കിൾ വെർനിയർ മസ്റ്റ് റീഡ് 0 വെൻ ദി ലൈൻ ഓഫ് കൊളിമേഷൻ ഈസ് ഹൊറിസോണ്ടൽ. അപ്പം ലൈൻ ഓഫ് കൊളിമേഷൻ ഹൊറിസോണ്ടൽ ആണെങ്കിൽ അവിടെയുള്ള വെർട്ടിക്കൽ സർക്കിളിൽ വെർനിയറിൽ റീഡ് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യണം. അപ്പം അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് നമ്മൾ ആ ഒരു സ്റ്റേഷനിൽ നിന്ന് ഏതൊക്കെ റീഡിങ് എടുത്താലും അത് കറക്റ്റ് അതിൻ്റെ ഒരു എഫക്റ്റ് അവിടെ കിട്ടും, ആക്യുറേറ്റ് ആകും. ഇനി അടുത്തത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇത് നമ്മൾ കോമ്പസും ലെവലൊക്കെ പറഞ്ഞതൊക്കെ തന്നെയാണ്, സെയിം തന്നെ. They are made at each setup of the instrument before we start taking observation with the instrument. അപ്പം നമ്മൾ ഒബ്സർവേഷൻ എടുക്കുന്നതിന് മുന്നേ എങ്ങോട്ട് മാറ്റിയാലും, ഇപ്പം എ എന്ന പോയിന്റിലാണ് ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്നെങ്കിൽ അവിടെ ഈ പറയാൻ പോകുന്ന ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യണം. ആ ഇൻസ്ട്രുമെന്റ് അവിടുന്ന് അതേപോലെ എടുത്ത് ഇച്ചിരി കൂടെ മാറി ബി എന്ന പോയിന്റിൽ പോയി സെറ്റപ്പ് ചെയ്താലും അവിടെയും ഈ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യണം. ഓക്കെ, പക്ഷെ നമ്മൾ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് ചെയ്ത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മാറ്റം വരത്തില്ല. പിന്നെ അതേപോലെ എടുത്തുകൊണ്ട് മാറ്റിയാൽ അവിടെ ഇരുന്നോളും, ആ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം അവിടെ ലോക്ക് ആയിട്ട് ഇരുന്നോളും. ഓക്കെ, അത് ഏതൊക്കെയാന്ന് വെച്ചാൽ സെൻറ്ററിങ്, ലെവലിങ്, ഫോക്കസിങ്. ഓക്കെ, അതിൽ സെൻറ്ററിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കറക്റ്റ് ഒരു സ്റ്റേഷൻ്റെ മേലെ തന്നെയാണ് ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്നതെങ്കിൽ അത് സെൻറ്ററിങ് ആയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്ലം ബോബ് ഇറക്കി തൂക്കിയിട്ട് നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? ലെവലിംഗ് എന്നൊരു സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ ലെവലിംഗ്, അപ്രോക്സിമേറ്റ് ലെവലിംഗ് ആദ്യം ചെയ്യും. അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഈ ഫിഗർ കണ്ടോ,
റീഡിങ് എടുക്കാൻ വന്ന ആളാണ്, ഒബ്സർവറാണ്. ആളുടെ കയ്യിൽ ട്രിപ്പോഡാണ്, ട്രിപ്പോഡിന് മേലിൽ തിയോഡലൈറ്റ് ഇരിപ്പുണ്ടേ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയേ. ദിസ് ഇംപ്ലൈസ് ലെവലിംഗ് ദി ഇൻസ്ട്രുമെന്റ് വിത്ത് ദി ലെഗ്സ് ഓഫ് ദി ട്രിപ്പോഡ്. അപ്പം നമ്മുടെ ട്രിപ്പോഡിന് എത്ര ലെഗ് ഉണ്ട്? 3 ലെഗ്സ് ഉണ്ട് അല്ലേ. അത് വെച്ചിട്ടാണ് നമ്മൾ അപ്രോക്സിമേറ്റ് ലെവലിംഗ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ബൈ ബ്രിങ്ങിങ് ദി സ്മോൾ സർക്കുലർ ബബിൾ പ്രൊവൈഡഡ് ഓൺ ദി ട്രൈ ബാച്ച് ഇൻ സെൻറ്റർ. അപ്പം അത് ലെവൽ ആയോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നത് ലെവലിംഗ് ഹെഡിൽ ചെറിയ ഒരു സ്മോൾ സർക്കുലർ ബബിൾ ഉണ്ട്. അത് സെൻറ്റർ ആയാൽ മനസ്സിലാക്കണം ഓക്കെ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ട്രിപ്പോഡ് ലെവലായി എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതെങ്ങനെ അച്ചീവ് ചെയ്യുന്നത് വെച്ചാൽ 2 of the tripod legs are pushed firmly into the ground. അപ്പം ഏതെങ്കിലും 2 ലെഗ്, ട്രിപ്പോഡിൻ്റെ 2 ലെഗ് ഗ്രൗണ്ടിലോട്ട് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ 3rd ലെഗ് പുഷ് ചെയ്തിട്ടില്ല. ഓക്കെ, അത് ഓർമ്മ വേണം. ആൻഡ് ദി 3rd leg of the tripod is moved to the right or to the left, that is in the circumferential direction until the bubble is centered. അപ്പം ബാക്കി 2 കാല് ഗ്രൗണ്ടിലോട്ട് ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ചു. അപ്പം ഇങ്ങനെ ഫിക്സ് ആയിട്ടിരുന്നു. മറ്റേ കാല് നമ്മൾ ഒന്ന് ലെഫ്റ്റിലോട്ടോ ഒന്ന് റൈറ്റിലോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. ഒന്ന് ചെറുതായിട്ട് ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് കൊടുക്കുക. അങ്ങനെ മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പം സ്വാഭാവികമായിട്ടും ഈ ലെവലിംഗ് ഹെഡിലുള്ള ഈ പറഞ്ഞ ബബിൾ സെൻറ്റർ ആണ്. എന്നാലേ നമ്മൾ ഇത് ലെവൽ ആയെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതനുസരിച്ച് ആ ബബിളിൽ സെൻറ്ററായി വരും ഏതെങ്കിലും ഒരു പോയിന്റിൽ. ഓക്കെ, അപ്പോഴാണ് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അത് സെൻറ്ററായെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ എന്താ, ആ 3ാമത്തെ ലെഗും കൂടെ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിപ്പോക്കോളും. ഓക്കെ, അപ്പം അതും ഫിക്സായി. അപ്പം അപ്രോക്സിമേറ്റ് ലെവലിംഗ് അവിടെ കഴിഞ്ഞു. ഇനി അതല്ലാതെ ഈ പറഞ്ഞ അപ്രോക്സിമേറ്റ് ലെവലിംഗ് അല്ലാതെ നമ്മൾ ലെവലിംഗ് അപ്പ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദിസ് മീൻസ് മേക്കിംഗ് ദി വെർട്ടിക്കൽ ആക്സിസ് ട്രൂലി വെർട്ടിക്കൽ. എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു വെർട്ടിക്കൽ ആക്സിസ് പോയാൽ അത് കറക്റ്റ് വെർട്ടിക്കലായിട്ടാണോ ഇല്ലയോ, അതാണ് നമ്മൾ ഈ ലെവലിംഗ് അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ഡൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫുട്ട് സ്ക്രൂ. ഇപ്പോൾ ഫുട്ട് സ്ക്രൂ എന്താണെന്നൊക്കെ ഡംബി ലെവലിൻ്റെയോ അതിൻ്റെയൊക്കെ പാർട്സൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. താഴെയുള്ള ഇവിടെയും പറഞ്ഞായിരുന്നു സ്ക്രൂസ് ഉണ്ട് താഴെ ലെവല്, ഈ സ്പിരിറ്റ് ലെവലിനെ ബബിൾസിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം അത് ഈ സെയിം ഫുട്ട് സ്ക്രൂ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് ഫുട്ട് സ്ക്രൂ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ലെവലിംഗ് അപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ്, ദ ലോങ്ങർ പ്ലേറ്റ് ലെവൽ ഈസ് ബ്രോഡ് പാരലൽ ടു എനി ഓഫ് 2 ഫുട്ട് സ്ക്രൂസ്. അപ്പം ഏതെങ്കിലും 2 ഫുട്ട് സ്ക്രൂസിന് പാരലായിട്ട് നമ്മൾ ഈ പ്ലേറ്റ് ലെവലിനെ കൊണ്ടുവരും. ഏതെങ്കിലും 2 ഫുട്ട് സ്ക്രൂസിന് പാരലായിട്ട്. ഇൻ ദി കേസ് ഓഫ് 3 സ്ക്രൂ ലെവലിംഗ് ഹെഡ്, 3 സ്ക്രൂ ഉള്ള ലെവലിംഗ് ഹെഡ് ആണെങ്കിൽ ദ അതർ പ്ലേറ്റ് ലെവൽ, വേറൊരു 2 പ്ലേറ്റ് ഉണ്ടല്ലോ അവിടെയുള്ള ലെവലിനെ നമ്മൾ എന്തെടുക്കും, ഈ 3rd സ്ക്രൂവിനും തൊട്ടടുത്തുള്ള വേറൊരു സ്ക്രൂവിനും പാരലായിട്ട് കൊണ്ടുവരിക. ഓക്കെ, അങ്ങനെ കൊണ്ടുവച്ചു. എന്നിട്ട് ബ്രിങ് ദി ബബിൾ ഓഫ് ദി ലോങ്ങർ പ്ലേറ്റ് ലെവൽ ടു ദി സെൻറ്റർ ഓഫ് ഇറ്റ്സ് റൺ ബൈ മൂവിങ് ദി 2 ഫുട്ട് സ്ക്രൂ. അപ്പം ഇത് രണ്ടിനും പാരലായിട്ടാണ് ഈ ഒരു പ്ലേറ്റ് ലെവൽ ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ബബിളിനെ സെൻറ്റർ ആക്കണേ, അത് നമ്മൾ ഉദ്ദേശിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം എയും ബിയും ഉണ്ടല്ലോ, എയും ബിയിലെയും സ്ക്രൂസിനെ നമ്മൾ മൂവ് ചെയ്യണം. അപ്പം നമുക്കിത് സെൻറ്റർ ആക്കി വെക്കാൻ പറ്റും. അത് യൂണിഫോംലി ഐദർ ഇൻവേർഡ്സ് ഓർ ഔട്ട്വേർഡ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സ്ക്രൂ എന്ന് പറയുന്നത് നിങ്ങൾ ഫിഗറിൽ കണ്ടില്ലേ, ഇങ്ങോട്ടും തിരിക്കാം, ഔട്ട്വേർഡിലോട്ടും തിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അകത്തോട്ടും തിരിക്കാം. അപ്പം ചെയ്യുമ്പം അകത്തോട്ടാണ് തിരിക്കുന്നതെങ്കിൽ എയിലും ബിയിലും അകത്തോട്ട് തിരിക്കണം. ഇനി പുറത്തോട്ടാണ് തിരിക്കുന്നതെങ്കിൽ എയിലും ബിയിലും പുറത്തോട്ട് തിരിക്കണം. അതാണ് ഈ പറയുന്നത്. സേ എ ആൻഡ് ബി യൂണിഫോംലി ഐദർ ഇൻവേർഡ്സ് ഓർ ഔട്ട്വേർഡ്സ്. ഓക്കെ, അങ്ങനെ ചെയ്യുക. അങ്ങനെ ആ ഒരു സ്ക്രൂ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ് അനുസരിച്ച് ഈ പ്ലേറ്റിൽ ഈ ലെവലുണ്ടല്ലോ, ഇതിനകത്ത് ഒരു ബബിളുണ്ട്, ആ ബബിൾ സെൻറ്ററായി വരും. ഓക്കെ, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ബബിൾ ഓൾവേസ് മൂവ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ലെഫ്റ്റ് തമ്പ് അസ് ദി സർവേയർ ടേൺസ് ദി സ്ക്രൂ. അപ്പം സ്ക്രൂ ടേൺ ചെയ്യുന്ന ആളുണ്ടല്ലോ, അതായത് സർവേയർ എന്ന് പറയാം, ആളിൻ്റെ ലെഫ്റ്റ് തമ്പ് പോകുന്ന ആ ഡയറക്ഷനിലായിരിക്കും ഈ ബബിൾ മൂവ് ആകുന്നത്. അത് ചെയ്യുമ്പോഴേ നമുക്ക് കറക്റ്റ് അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ആ പ്ലേറ്റ് ലെവലിനെ ഏതെങ്കിലും 2 സ്ക്രൂസിന് പാരലായിട്ട് കൊണ്ടുവരിക. എന്നിട്ട് എയും ബിയും ആണെങ്കിൽ എയിലും ബിയിലും ഒരേ ഡയറക്ഷനിൽ എന്തെടുക്കണം, സ്ക്രൂവിനെ
അകത്തോട്ടോ പുറത്തോട്ടോ തിരിക്കുക. അതനുസരിച്ച് എന്താണല്ലേ അതിനകത്തുള്ള ബബിള് സെൻറ്ററേ വരും. ഓക്കെ, മൂവ് ദി തേർഡ് ഫുഡ് സ്ക്രൂ സി സോ ദാറ്റ് ദി ബബിൾ ഇൻ ദി അതർ പ്ലേറ്റ് ഇസ് സെൻറ്റേർഡ്. സോ ഈ പ്ലേറ്റിലെ സെൻറ്റർ ആയി കഴിയും. അത് കഴിഞ്ഞിട്ട് വേറെ രണ്ടാമത്തെ പ്ലേറ്റിൽ ലെവൽ ഉണ്ടായിരിക്കും. അത് സെൻറ്റർ ആക്കാൻ വേണ്ടി സി എന്നത് സിയിലുള്ള സ്ക്രൂ അകത്തോട്ടോ പുറത്തോട്ടോ തിരിക്കുക. അത് മാത്രം. ഇവിടെ ചെയ്യുമ്പോൾ ഇത് രണ്ടും അറ്റ് എ ടൈം തന്നെ ഒരേ ഡയറക്ഷനിൽ തിരിക്കണം. ഇവിടെ ചെയ്യുമ്പോൾ ഈ സിയിൽ അവിടെയുള്ള സ്ക്രൂ തിരിക്കുക അകത്തോട്ടോ പുറത്തോട്ടോ. അപ്പം അതനുസരിച്ച് ഇവിടെയുള്ള ബബിളും സെൻറ്ററേ വരും. ഓക്കെ, ഇതാണ് ലെവലിംഗ് അപ്പ്. ഇനി അടുത്ത ഫോക്കസിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഐ പീസ്, ടെലസ്കോപ്പിലുള്ള ഐ പീസിന്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിനെ ഫോക്കസ് ചെയ്യുക. അതിനാണ് ഫോക്കസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദിസ് ഓപ്പറേഷൻ ഈസ് ഡൺ ടു മേക്ക് ദി ക്രോസ് എയർ അപ്പിയർ ക്ലിയർലി വിസിബിൾ. ഓക്കെ, ഇതിൽ ഐ പീസിന്റെ ഫോക്കസിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഐ പീസിനകത്ത് ഡയഫ്രമിന്റെ അവിടെ ക്രോസ് ഹെയർ ഉണ്ട്, അത് വിസിബിൾ ആകണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫോളോയിങ് സ്റ്റെപ്പ് വഴി നടത്താൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദ ടെലസ്കോപ്പ് ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദി സ്കൈ ഓർ എ ഷീറ്റ് ഓഫ് വൈറ്റ് പേപ്പർ ഹെൽഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഒബ്ജക്റ്റീവ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ലെവലിംഗ് പറഞ്ഞപ്പം, ലെവലിൻ്റെ സ്റ്റഡി ഓഫ് ഇൻസ്ട്രുമെൻ്റ് പറഞ്ഞപ്പം പറഞ്ഞതാണ്. ടെലസ്കോപ്പിലെ ഐ പീസിനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രോസ് എയർ നന്നായിട്ട് വിസിബിൾ ആകണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒബ്ജക്റ്റീവിൻ്റെ അവിടെ പോയിട്ട് ഒരു വൈറ്റ് പേപ്പർ കൊണ്ടുവെക്കുക. ഓക്കെ, അപ്പം എന്താണ്, എന്നിട്ട് ഐ പീസിൽ നമ്മൾ ചെറുതായിട്ട് മൂവ് ചെയ്യുക, ഇൻ ഔട്ട്. അവിടെയും ചെറിയൊരു സ്ക്രൂ ഉണ്ട്, അത് അകത്തോട്ടും പുറത്തോട്ടൊക്കെ ഇങ്ങനെ തിരിക്കുമ്പോഴേക്കും എന്താണ്, ഈ ക്രോസ് എയർ നമുക്ക് നന്നായിട്ട് വിസിബിളായി വരും. ക്രോസ് എയർ വിസിബിളായി വരിക, അതാണ് മെയിൻ ഫോക്കസിങ് ഓഫ് ഐ പീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആവും. ഇനി അടുത്തത് ഒബ്ജക്റ്റീവിനെ ഫോക്കസ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദിസ് ഓപ്പറേഷൻ ഈസ് ഡൺ ടു ബ്രിങ് ദി ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ ദി പ്ലെയിൻ ഓഫ് ക്രോസ് എയർ. ഓക്കെ, അത് എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ ആ ക്രോസ് എയർ ത്രൂ നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റണം. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റിലോട്ട് ആ ക്രോസ് എയർ ഇങ്ങനെ കൊണ്ടുവച്ചാൽ ക്രോസ് എയർ അവിടെ വിസിബിളായി വരണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ടെലസ്കോപ്പ് ആദ്യമേ ഏത് ഒബ്ജക്റ്റിലോട്ടാണോ നോക്കേണ്ടത് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുക. എന്നിട്ട് ഫോക്കസിങ് സ്ക്രൂ എന്നൊരു സ്ക്രൂ ഉണ്ട്, അത് ടേൺ ചെയ്യുക അങ്ങോട്ട് പുറത്തോട്ടോ അകത്തോട്ടോ അണ്ടിൽ ദി ഇമേജ് അപ്പിയേഴ്സ് ക്ലിയർ ആൻഡ് ഷാർപ്പ്. അപ്പം ഇമേജ് അപ്പം നന്നായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും, നന്നായിട്ട് ഷാർപ്പായിട്ട് കാണാൻ പറ്റും. അത്രയും വരെ ആ ഒരു ഫോക്കസിങ് സ്ക്രൂ ടേൺ ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് ഫോക്കസിങ് ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മറ്റേ ഐ പീസ് അത് ക്രോസ് എയർ വിസിബിൾ ആകാൻ വേണ്ടി, ഇത് ഒബ്ജക്റ്റ് കുറച്ചുകൂടെ ഷാർപ്പായിട്ട് കാണാൻ വേണ്ടി ഫോക്കസിങ് സ്ക്രൂവും, മറ്റടുത്ത് ഐ പീസിൻ്റെ അവിടെയുള്ള സ്ക്രൂസ് അല്ലെങ്കിൽ ഐ പീസിൻ്റെ അവിടെ തന്നെ എങ്ങനെ ടേൺ ചെയ്യാൻ പറ്റും, അത് ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഡൺ ഡ്യൂറിങ് തിയോഡലൈറ്റ് സർവേയിങ്സ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഈ ഇൻസ്ട്രുമെൻ്റിൻ്റെ സ്റ്റഡി ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സിൽ വരുന്നത്. ഓക്കെ, അപ്പം ഞാനൊരു PDF കൂടെ അയക്കാം. അപ്പം നിങ്ങൾ ആ PDF ഉള്ളത് സ്റ്റഡി ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് തിയോഡലൈറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ, എനിക്കപ്പോൾ തോന്നുന്നു നമ്മൾ 4ാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന രീതിയിലല്ലേ സ്റ്റഡി ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഹാൻഡ് ലെവലൊക്കെ എഴുതിയത്, GPS ഒക്കെ എഴുതിയത് 4ABC എന്നൊക്കെ പറഞ്ഞ് എഴുതി. അപ്പം ഇതെന്ന് പറയുമ്പോൾ എക്സ്പെരിമെൻറ്റ് നമ്പർ 5A എന്ന് വെച്ചിട്ട് എഴുതിക്കോ. ഓക്കെ, എക്സ്പെരിമെൻറ്റ് നമ്പർ 5A സ്റ്റഡി ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് തിയോഡലൈറ്റ് സർവേ. ഇങ്ങനെ അത് ആ PDF അയക്കാം, അത് നോക്കി എഴുതിയാൽ മതി. എന്നിട്ട് അതിൽ ഇപ്പം കാണിച്ചൊരു ഫിഗർ ഇല്ലേ, ഏതാണ് തിയോഡലൈറ്റിൻ്റെ ആ ഒരു മാർക്കിങ്സ് ഉള്ള 1 2 3 4 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മാർക്കിങ്സ് ഉള്ള ഒരു ഫിഗറുണ്ട്, അത് ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കണം. ഓക്കെ, അപ്പം ആ ഒരു എയിം ഒക്കെ എഴുതുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, എയിമിൻ്റെ ഒക്കെ അവിടെ തന്നെ ലെഫ്റ്റിൽ ആയിട്ട് വരച്ചോളൂ. ഓക്കെ, ഞാനത് ആ ഒരു PDF-ൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ടാണ് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളത് എഴുതുമ്പം എവിടെയെങ്കിലും ആ ഒരു പോർഷൻ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും അപ്പം ഫസ്റ്റ് പേജിന് ലെഫ്റ്റായിട്ട് തന്നെ വരച്ചോളൂ. ഓക്കെ, അത് വരയ്ക്കണം കേട്ടോ, അത് മസ്റ്റാണ്. അതിന് ഒട്ടിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല, ഇത് വരയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ്. മാർക്ക് ചെയ്യുക, എന്നിട്ട് മാർക്കിങ്സ് A1 എന്താണ് 2 എന്താണെന്നുള്ളത് എഴുതുക. ഓക്കെ, അപ്പം ഇന്ന് തന്നെ 10 മണിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യാൻ പറയുന്നില്ല, അടുത്ത ദിവസം രാവിലെ 10 മണിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്ന് മൺഡേ അല്ലേ, അപ്പം ട്യൂസ്ഡേ രാവിലെ 10 മണിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യുക. എല്ലാവരും ചെയ്യണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം നിങ്ങൾക്ക് തിയോഡലൈറ്റ് ക്ലാസ്സിൽ
സർവേയുടെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി മനസ്സിലാകാൻ ബുദ്ധിമുട്ടായിരിക്കും. സർവേ കൂടെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ മീൻസ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടെ ഈസി ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ 1-2 ഈ പാർട്സ് ഓഫ് തിയോഡലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്, മലയാളമൊക്കെ ഉണ്ട്, ഞാനത് ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി അതല്ല വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാതിരിക്കല്ലേ. ഓക്കെ, ചോദിക്കണം. ശരി എന്നാൽ.